നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ തേങ്ങാച്ചോറും അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ബീഫ് വറുത്തരച്ച കറിയുമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് ഈ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങാച്ചോറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിൽ 5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 കപ്പ് അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അതിന് 3 ഇരട്ടി വെള്ളമാണ് വെക്കൽ സാധാരണ. പക്ഷെ കുക്കറിലായതുകൊണ്ട് ഞാനത് 2.5 കപ്പ്, 1 കപ്പിന് 2.5 കപ്പ് എന്നുള്ള നിലയിലാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് അരി ഞാനിപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്തി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. മട്ടരി കൊണ്ട് നാടൻ തേങ്ങാച്ചോറ് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മട്ടരി തന്നെ വേണം. ഇനി 1 കപ്പ് അരിയിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് അരഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി, 1/2 കപ്പ് ചുവന്നുള്ളി ഒരു പീസസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേറെ കൂടുതൽ അളവിൽ വേണമെങ്കിൽ ഉലുവ ചേർക്കാൻ, ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് സിമ്മിലോട്ട് ആക്കി വെക്കണം. എന്നിട്ട് 2 വിസിലും കൂടി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെക്കുന്നുണ്ട്. 1 വിസിൽ വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഓഫ് ചെയ്തിട്ടിടാം. അപ്പോൾ ഇത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് കറി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഈ മൺചട്ടിയിൽ ബീഫ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നാടൻ ടേസ്റ്റിനെ കിട്ടും. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലും ആ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ചേർക്കുന്നില്ല, ഇങ്ങനെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, അതിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരണം. ചുവന്നുള്ളി നമ്മൾ സാധാരണ താളിച്ചൊക്കെ ഒഴിക്കുമല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കൂടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിൻ്റെ പീസ്, ഇത് 3ഉം കൂടി ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ബീഫ് കറി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സവാള ഇട്ടത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഇതിൻ്റെ വീഡിയോ, മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് കാണാത്തവരൊന്ന് കാണാം. ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3ഉം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ മസാലകളൊക്കെ ഒന്ന് പച്ചമണം മാറണം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ആവണം, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവും. മൺചട്ടി ചൂടായ ഉടൻ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി നമുക്കൊന്ന് ഇത് അടച്ചു വെച്ചതിന് ശേഷം മസാലപ്പൊടിയുടെ പച്ചമണക്കം മാറിയതിന് ശേഷം ഒരു 2 തക്കാളി ഇതിലോട്ടിട്ട് കൊടുക്കാം.
തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിക്ക് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇതിൽ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അത് നല്ല മസാലപ്പൊടികളൊക്കെ നല്ല തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഒരു 750 ഗ്രാം ബീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെച്ചതായിരുന്നു. കുറച്ച് എല്ലും നെയ്യൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ബീഫ് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഞാൻ തീ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഫുള്ളിൽ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്, ഇറച്ചിടുന്ന സമയത്ത്. എന്നിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇനി നമുക്ക് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ തിള കുറേശ്ശെ വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. നല്ലപോലെ തിള വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ടൈം പിടിക്കും. ബീഫ് മൂത്ത ബീഫാണെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങാച്ചോറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി നോക്കാം. അപ്പോൾ ഇത് കൂടുതൽ വേവണം എന്നുള്ളവരാണെങ്കിൽ 1 കപ്പിന് 3 കപ്പ് വെള്ളം തന്നെ വെച്ചോളൂ കേട്ടോ. ഞങ്ങൾക്കിവിടെ അധികം വേവുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പിന് 2.5 കപ്പ് വെള്ളം എന്ന നിലയിൽ ഒഴിച്ചത്. ഇനി നിങ്ങൾക്കിത് ശർക്കര ചോറാക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങാച്ചോറ് മാറ്റിയിട്ട് എത്ര അളവിലാണോ നിങ്ങൾക്ക് ശർക്കര ചോറ് വേണ്ടത് അത്ര അളവിൽ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒന്നും കൂടി കുക്കറിൽ ഒറ്റ വിസിലും കൂടി വെച്ചാൽ ശർക്കര ചോറ് റെഡിയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് വേറെയും ശർക്കര ചോറ് വേറെയും തന്നെ സെർവ് ചെയ്യാം. കുറച്ച് തേങ്ങാച്ചോറായിട്ടും കുറച്ച് ശർക്കര ചോറായിട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ അടച്ചു തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ബീഫിലോട്ടുള്ള തേങ്ങ ഒന്ന് വറുക്കണം. അതിനായിട്ട് നല്ല ചുവട് കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അടിക്ക് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് വറുത്തും കിട്ടും. നല്ലൊരു ടേസ്റ്റുമാണ് തേങ്ങക്ക് വെളിച്ചെണ്ണ തിരി ഒഴിച്ച് വറുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1.5 കപ്പ് തേങ്ങ ചിരവിയിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയിട്ട് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഇനി നമുക്കിതിലേക്കൊരു പിടി കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 4-5 ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ബീഫ് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വേവൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര ഇതിലാണ് തിക്കിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ലൂസായിട്ടുള്ള കറിയാണ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തേങ്ങാച്ചോറും ബീഫ് കറിയും സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തേങ്ങാച്ചോറും ബീഫ് കറിയും. നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് ഫ്രൈഡേ സ്പെഷ്യലായിട്ടും സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.